പതിവിലും ലേറ്റായല്ലേ? കാത്തിരുന്ന് ബോറടിച്ചോ? താര കിടന്നില്ലേ? ഓ, ഷെയർ മാർക്കറ്റ് പിന്നെയും തകരുന്ന ലക്ഷണമാ. മണി 11 നമുക്ക് കിടക്കാറവന്നിട്ടാ. ഉറക്കം വരുന്നുണ്ടെങ്കിൽ താര ചെന്ന് കിടന്നോളൂ. ഞാനിതൊന്ന് കാണട്ടെ. അരവിന്ദേട്ടൻ കിടക്കാൻ വരുന്നുണ്ടോ? എന്താ ഇങ്ങനെ? ഞാൻ പറഞ്ഞല്ലോ താരയോട് പോയി കിടക്കാൻ. ന്യൂസ് തീരാൻ ഇനി സമയമെടുക്കും. അരവിന്ദേട്ടാ, അരവിന്ദേട്ടൻ എന്നെ എന്തിനാ കല്യാണം കഴിച്ചത്? എനിക്കതറിയണം. താര ഇവിടെ വന്ന് നിൽക്കുകയാണോ? വരൂ. എന്റെ ചോദ്യങ്ങൾക്ക് അരവിന്ദേട്ടൻ ഇതുവരെ ഉത്തരം പറഞ്ഞില്ല. ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ എന്നെ കല്യാണം കഴിച്ചത്? അരവിന്ദേട്ടന് എന്നെ ഇഷ്ടമല്ലേ? ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? പറയാനൊന്നുമില്ലേ? കല്യാണം കഴിഞ്ഞിട്ട് 40 ദിവസങ്ങൾ കഴിഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. അന്ന് മുതൽ ഇന്ന് വരെ അരവിന്ദേട്ടൻ എന്നോട് എങ്ങനെയാ പെരുമാറിയത്? ആദ്യ രാത്രി കാലൊളിക്കെന്ന് പറഞ്ഞ് എന്നിൽ നിന്ന് അകന്നു. അതിന്റെ പേരിൽ ഒരാഴ്ച റെസ്റ്റ് എടുത്തു. പിന്നീട് ബിസിനസ് ടൂർ എന്ന് പറഞ്ഞ് ഹണിമൂൺ ട്രിപ്പ് ഉപേക്ഷിച്ചു. ഈ പുതിയ വീട്ടിലേക്ക് താമസവും മാറ്റി. ഇതിനിടയ്ക്ക് ഒരിക്കലെങ്കിലും ഒരു ഭാര്യ എന്ന നിലയിൽ എന്നെ പരിഗണിച്ചിട്ടുണ്ടോ? ഇനി ഞാൻ ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ? എന്താ എൻ്റെ മോൾക്ക് പറ്റിയത്? ഒന്നുമില്ല. അച്ഛൻ്റെ ശീലങ്ങളൊക്കെ മോള് മറന്നോ? എനിക്കിന്ന് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അയ്യോ, ഞാനത് ഓർത്തില്ല. അരവിന്ദേട്ടന് കൊടുക്കുന്ന ഓർമ്മയില് ഞാൻ വേറെ ചായ എടുത്തോണ്ട് വരാം. ഹേയ്, ഇനി അതൊന്നും വേണ്ട. ഒരു ദിവസം മധുരം വിട്ട് ചായ കുടിച്ചെന്ന് വെച്ച് ഒന്നും സംഭവിക്കില്ല. എൻ്റെ മോള് തന്നതല്ലേ. അച്ഛൻ ഇനി ഇറങ്ങട്ടെ മോളെ. അച്ഛൻ ഊണ് കഴിച്ചിട്ട് പോയാ മതി.
ഉച്ചയ്ക്ക് അരവിന്ദേട്ടനും വരും. എനിക്കിന്ന് ഡോക്ടർ മോഹൻദാസിനെ കൂടി കാണണം. പോകുന്ന കൂട്ടത്തിൽ ഞാൻ ഷോപ്പിൽ കയറി അരവിന്ദനെ കണ്ടോളാം. ഞായറാഴ്ച നിങ്ങൾ തറവാട്ടിലേക്ക് വരണം. അറിയാലോ, അമ്മയുടെ ആണ്ടുബലിയാ. വരാച്ചാ. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസങ്ങളായി ഞാൻ അവളുടെ മുമ്പിൽ അഭിനയിക്കായിരുന്നു. അവൾക്ക് സംശയം തോന്നി തുടങ്ങിയിരിക്കുന്നു. ഇനി എത്ര ദിവസം ഞാൻ ഈ ഭാരം താങ്ങണം? വയ്യ, എനിക്ക് മടുത്തു. നീ വന്നേ പറ്റൂ. നിന്റെ വാക്കിന്റെ ഉറപ്പില്ല ഞാൻ സമ്മതിച്ചത്. അവൾ എന്നെ ചോദ്യം ചെയ്തു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോ ഞാൻ ഇവിടെ വിട്ട അവൾ എന്നെ സംശയിക്കും. ഇല്ല, ഇനി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഞാനെല്ലാം അവളോട് തുറന്നു പറയണോ? വേണ്ട, ഫോണിലൂടെ ഇനിയും ആ വാക്കെനിക്ക് കേൾക്കണ്ട. ഞാൻ വിശ്വസിക്കില്ല. എനിക്ക് കാണണം. നീ എത്രയും വേഗം പുറപ്പെടാൻ നോക്ക്. ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ എല്ലാ ചെലവും എന്റേതാ. എന്താ, താരയെ ഞാൻ ഒഴിവാക്കണം? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എനിക്ക് വല്ലാതെ ഭ്രാന്ത് പിടിക്കുന്നു. ശരി, ബാക്കിയെല്ലാം നീ വന്നിട്ട് തീരുമാനിക്കാം. ശരി. എന്നെ മറന്നോ പ്രശാന്ത്? ആ, താര തന്നെ. പ്രശാന്ത് ഇപ്പൊ എവിടെയാ? എനിക്ക് പ്രശാന്തിനെ ഒന്ന് കാണണം. ഇന്ന് വീട്ടിലേക്ക് വരുമോ? ഞാനല്ലേ വിളിക്കുന്നത്. വരണം. റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞുള്ള കനാൽ റോഡില് 3-ാമത്തെ വീടാ, അരവിന്ദം. അപ്പോ കൃത്യം 3 മണി. ഞാൻ കാത്തിരിക്കും.
പ്രശാന്ത്. ഇവിടെ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. വാ. കണ്ടിട്ട് എത്ര നാളായി പ്രശാന്തിനെ? വിശേഷങ്ങളൊക്കെ പറയ. ഇപ്പം ഞാൻ ഈ സിറ്റി തന്നെയുണ്ട്, IT പാർക്കിലാ. ഞാൻ അരവിന്ദേട്ടനെ വിവാഹം കഴിച്ചതില് ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ടോ? എനിക്കൊരു വിരോധമില്ല. താരയെ കല്യാണം കഴിക്കാനും സംരക്ഷിക്കാനും നല്ലൊരു ജോലിയും വരുമാനവും അപ്പം എനിക്കില്ലായിരുന്നല്ലോ. നമുക്കത് മറക്കാം. താരയ്ക്കിപ്പോൾ സുഖം തന്നെയല്ലേ? നമ്മുടെ ക്യാമ്പസ് പ്രണയത്തിൻ്റെ നാളുകളൊക്കെ കഴിഞ്ഞു പോയില്ലേ? ഇനി ഇങ്ങനൊരു കൂടിക്കാഴ്ച അത് വേണമായിരുന്നു. വേണമായിരുന്നു. അതിപ്പോ എന്റെ ആവശ്യമാണ്. സത്യം പറയ് താര, വല്ലാത്തൊരു മാറ്റം നിനക്ക്. വിവാഹം കഴിഞ്ഞ് 3 മാസം പോലും ആവാതെ എന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ തകർന്നു പ്രശാന്ത്. സുഖമില്ലാത്ത അച്ഛനെ ഓർത്ത ഈ ജീവിതം ഞാനങ്ങ് സഹിക്കുന്നത്. താര, എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും. അരവിന്ദേട്ടന് ഞാനൊരു പാവയാ. ഭാര്യ എന്നൊരു പാവ. ആഴ്ചയിലൊരിക്കൽ കാറിലൊരു നഗരപ്രദക്ഷിണവും ഫാസ്റ്റ് ഫുഡും കുറച്ച് പർച്ചേസും കഴിയുമ്പോൾ ഭാര്യ തൃപ്തിയായെന്ന ഭാവത്തോടെ നടക്കുന്ന ഒരു ഭർത്താവ്. അത്രയുള്ളൂ. അരവിന്ദേട്ടന് വേറെ ഏതോ ഒരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട്. ഞാൻ ഉറങ്ങിയെന്നറിയുമ്പോൾ ഫോണിൽ സംസാരിക്കും. ഇന്നലെ ഞാൻ എല്ലാം കേട്ടു. ഫ്ലൈറ്റിനുള്ള പണം പോലും കൊടുത്ത വിളിച്ചു വരുത്തുന്നത്. എന്നെ വേണമെങ്കിൽ ഒഴിവാക്കാവുന്നവരെ പറഞ്ഞു. അമ്മയില്ലാത്ത കുറവറിയിക്കാതെ അച്ഛൻ എന്നെ വളർത്തി. ഒരേ ഒരു മകൾ. നല്ലൊരാളുടെ കൈ പിടിച്ചേൽപ്പിച്ചു എന്ന വിശ്വാസത്തിൽ അച്ഛൻ. ഞാൻ എങ്ങനെ ഈ താലി വലിച്ചെറിഞ്ഞിറങ്ങി പോകും പ്രശാന്ത്? എനിക്കൊരൽപ്പം സാന്ത്വനം തരാൻ പോലും ആരുമില്ല. പ്രശാന്തിനെ പോലും എനിക്ക് നഷ്ടമായില്ലേ? കരയാതെ, കണ്ണുറക്കി. ആരും വരില്ല. പ്രശാന്ത് വാ, നമുക്ക് മുറിയിലിരിക്കാം. വാ. എന്താ താരായത്? മുല്ലപ്പൂക്കളൊക്കെ വിതറി. പ്രണയത്തിന്റെ സുഗന്ധത്തിന് എല്ലാത്തിനും വേണ്ടേ ഒരു പുതുമ? എന്തേ, ഇഷ്ടായില്ല? കഴിഞ്ഞ എത്രയോ രാത്രികളിൽ ഞാനിങ്ങനെ കിടപ്പറയൊരുക്കി എന്റെ ഭർത്താവിനെ കാത്തിരുന്നു. പക്ഷെ എന്നെ ഒന്ന് തൊട്ടിട്ട് പോലുമില്ല. എനിക്കില്ല ആഗ്രഹങ്ങള്. ഇവിടെ ഇപ്പൊ എന്നോടൊപ്പം കഴിയാൻ വിധിച്ചത് പ്രശാന്തനാ. രാത്രി എവിടേക്കെങ്കിലും യാത്രയുണ്ടോ? ഞാൻ എങ്ങും പോകുന്നില്ല. ഇന്നാണ് ശരിക്കും നമ്മുടെ ആദ്യ രാത്രി.
ജനിച്ച ആരായിരിക്കും അതിന്റെ അച്ഛൻ? ഒരു തലവേദന വന്നു എന്ന് വെച്ച് ഇത്രയും സങ്കടമായോ? ഇൻകം ടാക്സ് ഓഫീസിൽ പോയിട്ട് ഞാൻ വേഗം ഇങ്ങെത്താം. താൻ റെസ്റ്റ് എടുക്ക. എനിക്കൊരു കാര്യം അറിയണം. ഇന്നലെ രാത്രി മുതൽ അരവിന്ദേണ്ണൻ എന്താ ഒരു മാറ്റം? എന്ത് മാറ്റം? ഒന്നുമില്ല. ഒന്നുമില്ലേ? ഇത്രയും നാൾ കാത്തിരുന്ന് എന്നെ അവഗണിച്ച അരവിന്ദേട്ടന് ഇന്നലെ പെട്ടെന്നൊരു മാറ്റം ഉണ്ടായതെന്താ? കള്ളം പറയാൻ ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട. എന്നോട് സത്യം പറഞ്ഞിട്ട് പോയാ മതി. ഇന്നലെ ആരാ എല്ലാത്തിനും അനുവാദം തന്നത്? മെനഞ്ഞാന്ന് ആരുമായോ ഫോണിൽ സംസാരിക്കുന്നതും കേട്ടല്ലോ. അവള് വന്നിട്ടുണ്ടല്ലേ? ചീറ്റ് ചെയ്യുന്ന ഒരാളോടൊപ്പം ഭാര്യയായിട്ട് ജീവിക്കാൻ ഇനി എനിക്ക് വയ്യ. ഞാൻ ഇപ്പൊ തന്നെ പോവാ. നിക്ക്. പറയാൻ തരാം. എല്ലാം നീ അറിയണം. ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നീ എന്നെ ഉപേക്ഷിച്ച് പോയേക്കാം. അപ്പോ എൻ്റെ മുമ്പിൽ ഒരു വഴിയുണ്ടാവൂ. മരണം. നാല് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു തെറ്റുപറ്റി. ഞങ്ങൾ 3 ഫ്രണ്ട്സ് ചേർന്ന് ഗോവയിലേക്കൊരു ടൂറ് പോയിരുന്നു. അന്നവിടെ ഞങ്ങൾക്ക് സഹായിയായ ഒരാളെ കിട്ടി. കണ്ണൂരുകാരനൊരു കുമാരേട്ടൻ. ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പിൽ ആടിയും പാടിയും എൻജോയ് ചെയ്ത 5 ദിവസങ്ങൾ. മടക്കയാത്രയുടെ തലേന്ന് ഞങ്ങളുടെ മുറികളിലേക്ക് 3 പെൺകുട്ടികളെയും കുമാരേട്ടൻ അയച്ചിരുന്നു. അപ്പോഴത്തെ ഒരു മൂഡിൽ യാതൊരു പ്രിക്കോഷനുമില്ലാതെ അന്നരുതാത്തതൊക്കെ സംഭവിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു പോയി. നമ്മുടെ വിവാഹരാത്രി. അന്നാണ് ഗോവയിലെ കുമാരേട്ടൻ മരിച്ച വിവരം ഞാൻ അറിഞ്ഞത്. എയ്ഡ്സ് രോഗം ബാധിച്ച് എനിക്ക് പേടിയായി തുടങ്ങി. മനസ്സിൽ എയ്ഡ്സിന്റെ മരണമണി മുഴങ്ങുന്നത് പോലെ. അയാൾ അന്ന് ഞങ്ങളുടെ മുറികളിൽ അയച്ച പെൺകുട്ടികൾക്കും എയ്ഡ്സ് ആയിരുന്നു എന്ന് ഞാൻ ഭയപ്പെട്ടു. നിന്നിൽ നിന്നും അകന്നു നിന്നതിന്റെ കാരണം അതായിരുന്നു. താരക്ക് ഓർമ്മയുണ്ടല്ലോ, ഞാൻ ബിസിനസ് ടൂർ എന്ന് പറഞ്ഞ് ഡൽഹിക്ക് പോയത്. അത് എലീസ ടെസ്റ്റ് നടത്താനായിരുന്നു. ഇവിടെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് നടത്താനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. ഡൽഹിയിലുള്ള ഫ്രണ്ട് ആദർശ് വഴിയാണ് ഞാൻ ടെസ്റ്റ് നടത്തിയത്. ടെസ്റ്റ് കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് മടങ്ങി. റിസൾട്ടിനായുള്ള കാത്തിരിപ്പായിരുന്നു ഇതുവരെ. ആദർശിന്റെ അപ്രതീക്ഷിതമായ വിദേശയാത്ര കാരണം റിസൾട്ട് വാങ്ങാൻ താമസം വന്നു. 2 ദിവസമേ ആയുള്ളൂ അവൻ ഡൽഹിയിൽ തിരിച്ചെത്തിയിട്ട്. എന്റെ നിർബന്ധം കാരണം ഇന്നലെ രാവിലത്തെ ഫ്ലൈറ്റിലും വന്നു. ഡൽഹിയിലെ ഏറ്റവും പ്രശസ്തമായ ഹോസ്പിറ്റലിൽ നടത്തിയ എലീസ ടെസ്റ്റിന്റെ റിസൾട്ടുമായി. എനിക്കൊരു കുഴപ്പമില്ല താര. റിസൾട്ട് അവൻ വിളിച്ചു പറഞ്ഞെങ്കിലും അത് നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിക്കായിരുന്നു. അവൻ എത്തി റിസൾട്ട് കാണിച്ചപ്പോൾ മാത്രമാണ് എനിക്ക് സമാധാനമായത്. റിസൾട്ട് കണ്ടിട്ടേ താരയെ ഞാൻ തൊടുവെന്ന് ശപഥം ചെയ്തിരിക്കുകയായിരുന്നു. എന്നെ താരയ്ക്ക് എങ്ങനെ വേണമെങ്കിലും ശിക്ഷിക്കാൻ അവകാശമുണ്ട്. എനിക്കൊരു തെറ്റുപറ്റിപ്പോയി. പോസിറ്റീവായിരുന്നെങ്കിൽ താരയെ ഞാൻ രക്ഷിക്കുമായിരുന്നു. ഒരു കഴിവ് കെട്ടവനായി ഏറ്റുപറഞ്ഞ് ഞാൻ സ്വയം ഇല്ലാതായനെ.
വിശ്വാസം ഉണ്ടെങ്കിൽ, എന്നോട് ഇതിലെങ്കിലും സ്നേഹം ബാക്കിയുണ്ടെങ്കിൽ താര എനിക്ക് മാപ്പ് തരണം. എന്നോട് ക്ഷമിക്കാൻ താരയ്ക്ക് കഴിയില്ല. എങ്കിലും എന്റെ അരവിന്ദേട്ടാ, ആ ദിവസങ്ങളിൽ തന്നെ ഇതെന്നോട് പറയാതിരുന്നത്, മരിക്കാനായിരുന്നു വിധിയെങ്കിൽ ഈ താര ഒപ്പം ഉണ്ടാവുമായിരുന്നില്ലേ? കരയല്ലേ, നമ്മൾ മരിക്കേണ്ടവരല്ല താര, ജീവിച്ചു കൊതി തീരേണ്ടവരാ. വഴിവിട്ട ഇന്നലകളൊന്നും ഇനി നമ്മുടെ ജീവിതത്തെ പിന്തുടരില്ല. എന്നെ തൊടണ്ട. ഇനി എനിക്ക് അരവിന്ദന്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല. താര അവിടെ നിൽക്കേ.